ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ വിഷ്ണുവിന്റെ അച്ഛൻ എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട്, നാടിനെയും വീടിനെയും രക്ഷിക്കാൻ വേണ്ടി ഒരു അവതാരം ഉറപ്പായിട്ടും അവതരിച്ചിരിക്കുമെന്ന്. അതുമാത്രമല്ല, വിഷ്ണുവാണ് അപകടത്തിൽ പെടുന്നതെന്ന് അറിഞ്ഞാൽ അവന്റെ പാതി തന്നെ അവതരിച്ചിരിക്കുമെന്നൊക്കെ പറയുന്നു. വിഷ്ണുവിന്റെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ശാലിനി കളക്ടർ വാഹനത്തിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. സമയത്ത് വീട്ടിലേക്ക് അർജുനും വരുന്നുണ്ട്. അതേസമയം സത്യാമ്മയാണെങ്കിൽ ഷൺമുഖദാസിനെ വിളിക്കുന്നു. പഴയ ആഭ്യന്തരമന്ത്രിയാണ് വിളിക്കുന്നത്. അയാളോട് വിഷ്ണുവിന്റെ കാര്യം പറയുന്നു. വിഷ്ണുവിനെ രക്ഷിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. അയാൾ അപ്പോൾ പറയുന്നുണ്ട്, ഇപ്പൊ നമ്മുടെ കയ്യിലല്ലല്ലോ ഭരണം, അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് മാത്രമല്ല, പോലീസുകാർക്കെല്ലാം എന്നോട് ദേഷ്യമാണ്. നേരത്തെ ഉള്ള ദേഷ്യമൊക്കെ ഇപ്പോൾ തീർക്കുകയാണ്. അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നു. എന്തായാലും നല്ലൊരു വക്കീലിനെയും കൊണ്ട് പോയി നോക്കാൻ എന്നൊക്കെ സത്യാമ്മയോട് പറഞ്ഞിട്ട് അയാൾ ഫോൺ വെക്കുന്നു. അതേ സമയത്ത് അർജുൻ എല്ലാവരോടും ചോദിക്കുന്നുണ്ട്, ഇവിടെ പോലീസ് വന്നെന്നറിഞ്ഞല്ലോ, എന്താ കാര്യമെന്നൊക്കെ ചോദിക്കുന്നു. കാര്യം എന്താണെന്ന് അച്ഛൻ പറയുന്നു. അർജുൻ അപ്പോൾ വഴക്ക് പറയുന്നുണ്ട് എല്ലാരെയും, നിങ്ങൾ എന്താ ഞാൻ ഇവിടെ ഒരു വക്കീൽ ഉണ്ടായിട്ട് പോലും എന്നെ കാര്യങ്ങളൊന്നും അറിയിക്കാഞ്ഞതെന്നൊക്കെ ചോദിക്കുന്നു. പോലീസുകാർ പല കാര്യങ്ങളും പറഞ്ഞ് പിടികൂടാനൊക്കെ ശ്രമിക്കും, പക്ഷേ വക്കീലുമാരുടെ അടുത്ത് അതൊന്നും നടക്കത്തില്ല. ഞാനായിരുന്നെങ്കിൽ പോയിന്റ് ഒക്കെ പറഞ്ഞേനല്ലോ എന്നൊക്കെ പറയുന്നു. ഇത് അത്രമാത്രം വലിയ കേസൊന്നുമല്ലെന്നൊക്കെ പറയുന്നുണ്ട്. വിഷ്ണുവിന്റെ അച്ഛൻ അപ്പോൾ പറയുന്നുണ്ട്, അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ ഇൻഫോം ചെയ്യാനൊന്നും പറ്റിയില്ല എന്നൊക്കെ. അർജുൻ സത്യാമ്മയോട് പറയുന്നുണ്ട്, ഇപ്പൊ തന്നെ നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാമെന്നൊക്കെ. ശേഷം കാണിക്കുന്നത് വൈരമുത്ത് കൗണ്ടറെയാണ്. അയാളാണെങ്കിൽ തടി കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് കുറച്ച് പോലീസുകാർ വരുന്നു. പോലീസുകാരുടെ കൂട്ടത്തിലെ നേതാവ് പറയുന്നുണ്ട്, ഇനിയും ഇതുപോലെയുള്ള തടിക്കച്ചവടം ഒന്നും നടക്കുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ. പുതിയ ഒരാൾ ജോയിൻ ചെയ്തിട്ടുണ്ട്, അവര് ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്നൊക്കെ പറയുന്നു. അതുമാത്രമല്ല, തടി എടുക്കാനുള്ള ലൈസൻസ് 3 മാസം മുമ്പേ കഴിഞ്ഞിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയുന്നു. കൗണ്ടർ അപ്പോൾ പറയുന്നുണ്ട്, അതൊക്കെ എനിക്കറിയാം, ഇതൊന്നും എനിക്ക് പ്രശ്നമല്ല എന്നൊക്കെ പറയുന്നു. ഞാൻ കാട്ടിൽ നിന്നും തടി കടത്തിക്കൊണ്ടിരിക്കുന്നത് അനധികൃതമായിട്ട് തന്നെയാണ്. പക്ഷെ അതിന്റെ പകരമായിട്ട് മേലാളുകൾക്കും താഴെയുള്ളവർക്കും എല്ലാം ഞാൻ പൈസയൊക്കെ തരുന്നുണ്ടല്ലോ, പിന്നെന്താണ് പ്രശ്നമെന്നൊക്കെ ചോദിക്കുന്നു. ഏത് വലിയ ആള് വന്നാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഇന്നും എന്റെ ലോഡ് പോകുമെന്നൊക്കെ അയാൾ പറയുന്നു. പോലീസുകാർ പറയുന്നതൊന്നും കൗണ്ടർ കേൾക്കത്തില്ല എന്ന് മനസ്സിലായതിനു ശേഷം പോലീസുകാർ അവിടെ നിന്നും പോകുന്നു. കൗണ്ടറിന്റെ വണ്ടി ലോഡുമായിട്ടും പുറപ്പെടുന്നു. വണ്ടി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നടുക്കാണെങ്കിൽ ഒരാൾ വന്നിരിക്കുന്നത് കാണുന്നു. തിരിഞ്ഞാണ് ഇരിക്കുന്നത്. കുറെ ഹോൺ അടിച്ചിട്ടും വണ്ടിയുടെ സൗണ്ട് കേട്ടിട്ടും ഒന്നും എഴുന്നേക്കുന്നില്ല. അവസാനം വണ്ടി നിർത്തുന്നു. അതിനുശേഷം അവിടേക്ക് ചെല്ലുന്നുണ്ട്. നീ ആരാണെന്ന് ചോദിക്കുന്നു. അവിടെ ഇരിക്കുന്നത് ശാലിനിയാണ്. ശാലിനി അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ ശാലിനി വിഷ്ണു ആണെന്ന്. കൗണ്ടർ അപ്പോൾ പറയുന്നുണ്ട്, നീ എന്ത് വിഷ്ണു ലോകമായാലും ശരി, ഇപ്പൊ ഇവിടെ നിന്നും മാറണം. ഒരാൾ പുതിയതായിട്ട് വരുമെന്ന് പറഞ്ഞത് നീയാണോ എന്നൊക്കെ ചോദിക്കുന്നു. ഇവിടെ നിന്നും മാറുന്നതാണ് നല്ലതെന്നൊക്കെ പറയുന്നു. ശാലിനി അപ്പോൾ പറയുന്നുണ്ട്, നിങ്ങളുടെ കരാറിന്റെ ഫയൽ തന്നെ ഞാൻ പഠിക്കുകയായിരുന്നെന്ന്. ഇതിന്റെ കാലാവധി കഴിഞ്ഞു, എന്നിട്ട് നിങ്ങൾ എന്തിനാണ് തടി കടത്തുന്നതെന്നൊക്കെ ചോദിക്കുന്നു. കൗണ്ടർ അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ ഒരുപാട് തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ കാണിക്കുന്നുണ്ട്. ഈ കാട്ടിൽ വന്ന് പലതും ചെയ്യുന്നുണ്ട്. നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറയുന്നു. പെട്ടെന്ന് അവിടേക്ക് ചുറ്റിനുമായിട്ട് കത്തിയും വാളുമായിട്ട് കുറെ ആൾക്കാർ വരുന്നുണ്ട്. ആ ആൾക്കാരെ കാണിച്ചിട്ട് കൗണ്ടർ പറയുന്നുണ്ട്, ഇതൊക്കെ എന്റെ ആൾക്കാരാണ്. നീ ഇന്ന് ജീവനോടെ ഇവിടെ നിന്നും പോകത്തില്ല എന്നൊക്കെ പറയുന്നു. നിന്നെ ഇവർ നോക്കിക്കോളും, എന്തായാലും ഞങ്ങൾ പോവുകയാണെന്ന് പറഞ്ഞിട്ട് കൗണ്ടർ പോകാൻ തുടങ്ങുന്നു. ശാലിനി അപ്പോൾ പറയുന്നത്, ഞാൻ ഈ ലോറിയും ലോഡുമാണെങ്കിൽ സീസ് ചെയ്യാൻ പോവുകയാണ് ഇമ്മീഡിയറ്റ് ആയിട്ടെന്ന്. അതുമാത്രമല്ല, നിങ്ങളെ ഞാനിപ്പോൾ പോലീസ് കസ്റ്റഡിയിലും കൈമാറുമെന്ന് പറയുന്നു. ശാലിനി പെട്ടെന്ന് തന്നെ തോക്കെടുത്തിട്ട് കൗണ്ടറിന്റെ നെറ്റിയിലേക്ക് ചൂണ്ടുന്നു. അതിനുശേഷം പറയുന്നുണ്ട്, ബാക്കിയുള്ളവരോടെല്ലാം ആയുധം താഴെയിടാൻ പറയാനെന്ന്. കൗണ്ടർ ഉടനെ തന്നെ എല്ലാവരോടും ആയുധം താഴെയിടാൻ പറയുന്നുണ്ട്. അവരെല്ലാം ആയുധം താഴെയിട്ടിട്ട് ഓടിപ്പോകുന്നുണ്ട്. കൗണ്ടർ അപ്പോൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരാണെന്ന്. ശാലിനി അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ ശാലിനി വിഷ്ണു IAS ആണെന്ന്. ശാലിനി പറയുന്നുണ്ട്, ജില്ലാ കളക്ടറിന്റെ അധികാരം വെച്ചിട്ട് നിങ്ങളെ അറസ്റ്റ് ചെയ്യുന്നുവെന്ന്. പെട്ടെന്ന് തന്നെ അവിടേക്ക് പോലീസുകാരും വരുന്നുണ്ട്. പോലീസുകാരോട് ശാലിനി പറയുന്നുണ്ട്, വണ്ടി പിടിച്ചെടുക്കാനും അതുപോലെ കൗണ്ടറെ അറസ്റ്റ് ചെയ്ത് കൂട്ടിട്ട് പോകാനും പറയുന്നു. പോലീസുകാർ കൗണ്ടറെ അറസ്റ്റ് ചെയ്ത് ജീപ്പിൽ കയറ്റി കൊണ്ടുപോകുന്നു. ശേഷം ശാലിനി തന്റെ ഔദ്യോഗിക വാഹനത്തിൽ കയറി സ്റ്റൈലായിട്ട് യാത്ര തുടരുന്നു. പിന്നീട് വിഷ്ണുവിനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നു. പോലീസുകാരാണെങ്കിൽ ജീപ്പിൽ നിന്ന് ഇറങ്ങടാ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട്. വിഷ്ണുവിനെ അകത്തേക്ക് കൊണ്ടുവന്നതിന് ശേഷം ചന്ദ്രബോസ് പറയുന്നുണ്ട്, ഇത് സത്യാമ്മയ്ക്കുള്ള കെണിയല്ലായിരുന്നു, ഇത് നിനക്ക് തന്നെയുള്ള കെണിയായിരുന്നു. നീ ഇതിൽ തന്നെ വന്ന് കൊത്തുമെന്ന് അറിയാമായിരുന്നു എന്നൊക്കെ പറയുന്നു.
എപ്പോഴുമുള്ള ക്ലൈമാക്സ് പോലെ ആയിരിക്കത്തില്ല ഈ പ്രാവശ്യത്തെ ക്ലൈമാക്സ് എന്നൊക്കെ ചന്ദ്രബോസ് പറയുന്നു. തെമ്മാടിയായ പോലീസുകാരന്റെ മുന്നിൽ നായകൻ വിജയിക്കുന്നത് പോലെ ആയിരിക്കത്തില്ല ഈ പ്രാവശ്യം. തെമ്മാടിയായ പോലീസുകാരനും നായകനും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ നായകൻ മരണപ്പെട്ടുവെന്നായിരിക്കുമെന്നൊക്കെ പറയുന്നു. ചന്ദ്രബോസ് വിഷ്ണുവിന്റെ മേലെ തോക്ക് ചൂണ്ടിയിട്ട് പറയുന്നുണ്ട്, നിന്നെ കൊല്ലുമടാന്നൊക്കെ. വിഷ്ണു ധൈര്യമുണ്ടെങ്കിൽ കൊല്ലെന്നൊക്കെ പറയുന്നുണ്ട്. പെട്ടെന്ന് സ്റ്റേഷനിലേക്ക് സത്യാമ്മയും അർജുനും വരുന്നുണ്ട്. സത്യാമ്മയ്ക്ക് അറിയാവുന്ന പോലീസുകാരൻ അപ്പോൾ പറയുന്നുണ്ട്, സത്യാമ്മയെ വിഷ്ണു ആശാന്റെ കാര്യം സൂക്ഷിക്കണമെന്നൊക്കെ പറയുന്നു. എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി കൊണ്ടുപോകണം, അല്ലെങ്കിൽ കൊലപാതകം തന്നെ നടക്കുമെന്നൊക്കെ പറയുന്നു. ഇവിടെ ഇപ്പോൾ പഴയ പോലീസുകാരൊന്നുമില്ല. ഇപ്പൊ ഇവിടെ ഉള്ളത് ഗുണ്ടാ പോലീസുകാരാണ്. ലോക്കപ്പ് മരണവും കസ്റ്റഡി മരണവും ഒക്കെ ഉണ്ടാക്കുന്ന പോലീസുകാരൊക്കെയാണ് ഇവിടെ ഉള്ളതെന്നൊക്കെ പറയുന്നു. പെട്ടെന്ന് അകത്ത് വെടി പൊട്ടുന്നത് പോലെ സൗണ്ട് കേൾക്കുന്നു. ഉടനെ അർജുനും സത്യാമ്മയും അവിടെ ഓടി വരുന്നുണ്ട്. എന്താ പ്രശ്നമെന്ന് ചോദിക്കുന്നു. വിഷ്ണു അപ്പോൾ പറയുന്നുണ്ട്, പേടിക്കേണ്ട, ഒരു പ്രശ്നവുമില്ലെന്ന്. ചന്ദ്രബോസ് മുകളിലേക്ക് വെടിവെച്ചതാണ്. ചന്ദ്രബോസ് പറയുന്നുണ്ട്, നിങ്ങളുടെ മകന് കുറച്ച് തിളപ്പ് കൂടുതലാണെന്ന്. സത്യാമ്മ അപ്പോൾ പറയുന്നുണ്ട്, അത് അങ്ങനെ തന്നെ ആയിരിക്കുമെന്നൊക്കെ. ചന്ദ്രബോസ് സത്യാമ്മയോട് ചോദിക്കുന്നുണ്ട്, നമ്മൾ ഇപ്പൊ തന്നെയല്ലേ കണ്ടത്, പിന്നെ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ചോദിക്കുന്നു. അർജുൻ അപ്പോൾ പറയുന്നുണ്ട്, വിഷ്ണുവിന്റെ വക്കീലാണ് ഞാൻ, വിഷ്ണുവിനെ ജാമ്യത്തിലെടുക്കാൻ വേണ്ടി വന്നതാണെന്നൊക്കെ പറയുന്നു. ചന്ദ്രബോസ് അപ്പോൾ പറയുന്നുണ്ട്, സോമനാഥനോട് പറഞ്ഞാൽ മതിയെന്ന്. അർജുൻ അപ്പോൾ സോമനാഥനോട് ചോദിക്കുന്നുണ്ട്, ഏത് വകുപ്പിലാണ് വിഷ്ണുവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന്. അയാൾക്ക് എന്ത് വകുപ്പ് ആണെന്ന് പറയാൻ അറിയാതെ വിഷമിച്ച് നിൽക്കുന്നു. ആ സമയത്ത് ചന്ദ്രബോസ് വകുപ്പൊക്കെ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ അർജുൻ പറയുന്നുണ്ട്, ആ വകുപ്പിലാണെങ്കിൽ ജാമ്യം കിട്ടുമല്ലോ എന്ന്. ചന്ദ്രബോസ് അപ്പോൾ പറയുന്നുണ്ട്, വിഷ്ണുവിനെ വിടാൻ സൗകര്യമില്ല എന്ന്. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക്